എല്ലാവർക്കും ഫുഡ്സ് ഓഫ് ഇടുക്കിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദീപാവലി സ്പെഷ്യൽ മൈസൂർ പാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഗീ മൈസൂർ പാക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിലേക്കായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കടലമാവാണ്. കടലമാവ് നമുക്ക് ആദ്യമേ ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം. കടലമാവ് റോസ്റ്റ് ആക്കി എടുക്കുന്നതിന് മുമ്പേ മൈസൂർ പാക്ക് തയ്യാറാക്കിയതിന് ശേഷം നമുക്ക് ഒഴിച്ചു വെക്കാനായിട്ട് ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നന്നായിട്ട് നെയ്യ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ ഈ റെസിപ്പി അത്യാവശ്യം നല്ല നെയ്യ് ഒഴിച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം നെയ്യ് ഒന്നെങ്കിൽ അടുപ്പിന്റെ അടുത്ത് വെച്ചിട്ട് ഒന്ന് ഉരുക്കി എടുക്കുക, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ഉരുക്കി വെക്കണം. കട്ട പിടിച്ചിരിക്കുന്ന നെയ്യ് ഉപയോഗിക്കരുത്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈസൂർ പാക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പൊ ഞാനൊരു ചെറിയ പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നിറച്ച് 1 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുവാണ്. എണ്ണയൊന്നും ഇല്ലാതെ കടലമാവ് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കണം. അതല്ലെങ്കിൽ മൈസൂർ പാക്ക് തയ്യാറാക്കി കഴിയുമ്പോൾ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും, ഒരു റോ ടേസ്റ്റ്. അപ്പൊ അതത്ര നന്നായിരിക്കത്തില്ല. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് ഇളക്കി റോസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ മൈസൂർ പാക്കിന് നല്ലൊരു കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഫുഡ് കളർ, പൗഡർ ആയിട്ടുള്ള ഫുഡ് കളർ ആണെങ്കിൽ ഈ കൂടെ ചേർത്ത് കൊടുക്കാം. അല്ല ലിക്വിഡ് ആയിട്ടുള്ള ഫുഡ് കളർ ആണെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഫുഡ് കളർ ചേർക്കുന്നില്ല, പകരം ഞാൻ 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നിർബന്ധമില്ല, ഒരു കളറിന് വേണ്ടി മാത്രമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, ഒരല്പം മാത്രം, ഒരു കളറിന് വേണ്ടി മാത്രമാണ്. 5-6 മിനിറ്റ് നമുക്കിത് ഇളക്കി കൊടുത്ത് റോസ്റ്റ് ആക്കി എടുക്കാം. ഇതിന്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി കിട്ടട്ടെ. ഇതിപ്പോ മൂത്ത് വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു മൂത്ത മണമൊക്കെ കിട്ടും. അത്രയും മതി. തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോരുത്. ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ താഴെ ഇട്ടിട്ട് മാത്രം വറുത്തെടുക്കുക. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ അരിപ്പയിലേക്ക് ഇതിട്ട് കൊടുത്തിട്ടൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. ഇപ്പം ഇതിനകത്തുള്ള കട്ടകൾ പോലും വന്നിട്ടുള്ളത് നമുക്ക് ആവശ്യമില്ല. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് നന്നായിട്ട് ഉരുകിയിരിക്കുന്ന 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് കുറേശ്ശെ ഒഴിച്ചിട്ട് ഒരു ദോശമാവൊക്കെ പോലെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് പേസ്റ്റ് പോലെ നമുക്കൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഞാൻ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. 1 കപ്പ് കടലമാവാണ് ഞാൻ എടുത്തിരുന്നത്. 1 കപ്പ് കടലമാവിന് 1 കപ്പ് പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ 1 കപ്പ് കടലമാവിന് 1 കപ്പ് മതിയാവും, നല്ല മധുരം ഉണ്ടാവും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലുത്ത് 1 നൂൽ പരുവായി വരണം. വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ 1 നൂൽ പരുവാകാനായിട്ട് കുറേ സമയം എടുക്കും. വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. നിങ്ങളിപ്പോൾ ഗ്ലാസ്സിന് 1 ഗ്ലാസ് കടലമാവാണ് അളന്നെടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് കടലമാവിന് 1 ഗ്ലാസ് പഞ്ചസാര എന്ന രീതിക്ക് എടുക്കുക. നെയ്യുടെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കടലമാവിൽ കലക്കുന്ന സമയത്ത് ഒരു ദോശമാവിന്റെ പരുവത്തിൽ നെയ്യ് ഒഴിച്ച് കലക്കിയെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഷുഗർ സിറപ്പിന്റെ പാകം നോക്കണം, കൈ പൊള്ളരുത്. ഇത് കറക്റ്റ് 1 നൂൽ പരുവായിട്ടുണ്ട്. തീ കുറച്ച് വെക്കണം, തീ കൂട്ടി വെക്കരുത്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കലക്കി വെച്ചിട്ടുണ്ടല്ലോ നെയ്യും കടലമാവും കൂടെ, ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇളക്കി കൊടുക്കാം നന്നായിട്ട്. തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകരുത്. കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കാം. നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രമായിരിക്കും മൈസൂർ പാക്ക് തയ്യാറാക്കാൻ നല്ലത്. ഒരു 3 മിനിറ്റ് ചെറിയ തീയിട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കണ്ടിതിൽ നെയ്യ് കുറഞ്ഞിട്ടുണ്ട്, നെയ്യ് നന്നായിട്ട് അബ്സോർബ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഹൽവ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യ് നന്നായിട്ട് അബ്സോർബ് ആവണം. ഏറ്റവും തീ കുറച്ചാണ് വെച്ചേക്കുന്നത്, അല്ലെ പെട്ടെന്ന് അതങ്ങ് തിക്കായി വരും. 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. പിന്നെ 1/2 കപ്പ് നെയ്യും പ്ലസ് 5 ടേബിൾ സ്പൂണും കൂടി ഒഴിച്ചിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടു വരുന്ന പരുവത്തിലാണ് പാകം. ഇപ്പം ഇത് പാകമായിട്ടുണ്ട്, കണ്ടോ, പാത്രത്തിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. ഇനി ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇത് തയ്യാറായി കഴിയുമ്പോൾ നമുക്ക് ഈ പാത്രമൊക്കെ നെയ്യൊക്കെ പുരട്ടിയെടുക്കാനായിട്ട് സമയം കിട്ടത്തില്ല. അപ്പോൾ ഇത് ആദ്യമേ തന്നെ തയ്യാറാക്കി വെക്കണം. ഇത് ഓവൻ സേഫ് ആയിട്ടുള്ളൊരു പാത്രമാണ്. ചൂട് തട്ടിയാൽ ഉരുകി പോകുന്ന അങ്ങനത്തെ പാത്രങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ എടുക്കാം, അതല്ലെങ്കിൽ നല്ല സ്റ്റീൽ പാത്രത്തിൽ എണ്ണ തടവിയിട്ട് നെയ്യ് തടവിയിട്ട് എടുക്കാം. മുകളിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. മൈസൂർ പാക്ക് എന്നൊക്കെ പറഞ്ഞാൽ സ്വീറ്റും
അതുപോലെ നെയ്യും. അതാണ് അതിൻ്റെ മെയിൻ ഐറ്റംസ്. നമുക്ക് മൈസൂർ പാക്കൊക്കെ തയ്യാറാക്കാൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്തതിന് ശേഷം മുറിച്ച് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാം. അപ്പോൾ ഉച്ചയൂണിനൊക്കെ ശേഷം അല്പം മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് ചെറിയൊരു പീസ് മുറിച്ച് കഴിക്കാം. ഇനി നന്നായിട്ട് തണുത്ത് വരട്ടെ. നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, വെളിയിൽ വെച്ചിട്ട് തന്നെ തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ മൈസൂർ പാക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പതുക്കെ നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് ഇളക്കിയിടാം. ബോക്സ് ചെയ്ത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ മൈസൂർ പാക്കിൻ്റെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വരാം. ടേക്ക് കെയർ, ബൈ.